നമസ്കാരം. മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളെല്ലാം കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷമാണ്. ഇന്ന് മാർക്കറ്റ് 400 പോയിന്റ്സ് അപ്പിലിരിക്കുന്നു. നിറച്ചു നേരം താങ്ങൂല. ഇന്ന് വിളുമോ അല്ല ട്യൂസ്ഡേ വിളുമോ ഇല്ല അത് കഴിഞ്ഞിട്ട് പതുക്കെ വിളുമോ എന്ന് നോക്കാം. ഇത് വന്നിട്ട് ഒരു റിലീഫ് റാലി. ഇന്നലെ റിലീഫ് റാലി അമേരിക്കയിൽ. പക്ഷേ ഇന്നലെ നമ്മൾ ലീവിലിരുന്നു. അത് കോമ്പൻസേറ്റ് ചെയ്യാനാണ് ഈ റിലീഫ് റാലി. ബട്ട് ഇന്ന് അമേരിക്ക അതിന്ന് ഡൗണിൽ വീഴുന്നു. FII വിറ്റു. ഡൊമസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വാങ്ങി. ഇത് നിറച്ച് ദിവസം ഇങ്ങനെ പോകത്തില്ല. ഇന്നത്തെ TCS റിസൾട്ടിനെ പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആ റിസൾട്ടും അത്ര നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ഇല്ല. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. ഫസ്റ്റ് ഹാപ്പി ന്യൂസ് എന്തെന്ന് വെച്ചാൽ ഗോൾഡ് 10,000 താണ്ടി. ഇതിനെക്കുറിച്ച് ന്യൂസ് ഒന്നും പറയത്തില്ല നിങ്ങൾക്ക്. ഇന്നും ഒരു മാസത്തിൻ്റെ അകത്ത് ഇങ്ങനത്തെ ഇത് ന്യൂസ് വരും. ബട്ട് ഇന്ന് ഗോൾഡ് 10,000 രൂപയെ താണ്ടി. സോ ഇത് തന്നെ ഇന്നത്തെ മുഖ്യ വാർത്ത. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് 24 ക്യാരറ്റ് ഗോൾഡിനെ എടുക്കൂ. 9,540 രൂപയാണ് ഇന്നത്തെ 24 ക്യാരക്ടറിൻ്റെ വില. ഇത് ഇന്ന് നിങ്ങൾ സ്റ്റാമ്പിംഗ് മറ്റും ചെയ്തുവെങ്കിൽ ചീപ്പസ്റ്റ് 2%. അത് 190 രൂപ ആകും 2%. അതിൻ്റെ ഒപ്പം 3% GST. അതൊക്കെ ചേർക്കുമ്പോൾ 10,022 രൂപ. ബട്ട് നിങ്ങൾ ടൈറ്റൻ അല്ല വേറെ എന്തെങ്കിലും കടയ്ക്ക് പോയെങ്കിൽ ഇതിൻ്റെ കൂടുതൽ തന്നെ ഇരിക്കും. അടുത്തത് 22 ക്യാരറ്റ് ഗോൾഡ് 8,745. അതിൽ വന്നിട്ട് ഏത് നഖചിട്ടിക്കടയിൽ പോയാലും 14% പറയും. നോർമലായിട്ട് 10%-ന് കുറച്ച് ആരും മേക്കിംഗ് ചാർജ് കൊടുക്കത്തില്ല. ആ 10% മേക്കിംഗ് ചാർജ് ഇട്ടിട്ട് നോക്കിയാൽ ടോട്ടലായിട്ട് 9,600 റുപ്പീസ് വരും. അതിൻ്റെ മുകളിൽ 3% ഇട്ട് കഴിഞ്ഞാൽ 10,000 രൂപ. എൻ്റെ ടീം എന്ത് പറയുന്നു വെച്ചാൽ ഇട്ടവർക്ക് 16% രൈത്കൂലി ചെയ്ത ഡിസ്കൗണ്ട് 8,780-ൽ 1,200 രൂപ എങ്കിൽ അത് തന്നെ 10,000 രൂപ പ്ലസ് GST. ഇനി നിങ്ങൾ സ്വർണം വാങ്ങാൻ പോയാൽ 1 ഗ്രാം 10,000 രൂപയെ ക്രോസ് ചെയ്തു. ഇത് ഏത് TV ചാനലിലും ഇപ്പോൾ വരില്ല. ചെയ്കൂലി ചെയ്താരം ഇല്ലാതെ തന്നെ 24 ക്യാരക്ടർ ഇനി 10,000 ക്രോസ് ചെയ്യും. അതിൻ്റെ ശേഷം 2 മാസം കഴിഞ്ഞിട്ട് ഈ 22 ക്യാരക്ടർ ഗോൾഡും ഇതിൻ്റെ പുറകിൽ വരും. അതുകൊണ്ട് ഈ ഇടയ്ക്ക് 3 ദിവസം ഗോൾഡിൻ്റെ റേറ്റ് കുറഞ്ഞപ്പോൾ നിങ്ങൾ പേടിച്ചതിന് ഒരു യൂസുമില്ല. നിങ്ങൾ 400 ഗ്രാം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ 7,000 രൂപ ലാഭത്തിൽ നിങ്ങളിപ്പോൾ ഇരിക്കും. 5,000 രൂപ ഇരുന്നാലും നിങ്ങൾ കംഫർട്ടബിളായിട്ട് പ്രോഫിറ്റ് മാർജിനിൽ ഇരിക്കും. അതുകൊണ്ട് ഇടയ്ക്ക് ആരെങ്കിലും സ്വർണം ബില്ലും 5 കൊല്ലം കഴിഞ്ഞിട്ട് എന്താവും അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ നല്ലോണം ഇപ്പോൾ എൻജോയ് ചെയ്യാം. ഇപ്പോൾ അടുത്ത കാര്യം എന്തെന്ന് വെച്ചാൽ TCSൻ്റെ Q4 റിസൾട്ട് വന്നു. നെറ്റ് പ്രോഫിറ്റ് 1.7% കുറഞ്ഞിട്ടുണ്ട് ഇയർ ഓൺ ഇയർ. 12,224 crores. ഇതിൽ 1.7% കുറഞ്ഞിട്ടുണ്ട്. റവന്യൂ വന്നിട്ട് 5% ഏറിയിട്ടുണ്ട്. ഇയർ ആൻഡ് ഇയർ ആൻഡ് ക്വാർട്ടർ 0.8% തന്നെ ഏറിയിട്ടുണ്ട്. ബ്ലൂംബർഗ് എസ്റ്റിമേറ്റ് ചെയ്തത് 12,266 കോടി. അത് ഇല്ല. ഫുൾ ഇയർ പെർഫോമൻസ് 48,551 കോടി. പ്രോഫിറ്റ് 5.8% അപ്പിലിരിക്കുന്നു. റവന്യൂ വന്നിട്ട് 2,50,342 കോടി. 6% കയറത്തില്ല എന്ന് പറഞ്ഞു. $100 ബില്യൺ മുകളിൽ റവന്യൂ വന്നു. ഇത് ഫസ്റ്റ് ടൈം ഇൻ ദിയർ ഹിസ്റ്ററി. രതൻ ടാറ്റ ഇല്ലാത്ത പക്ഷത്തിൽ ഫസ്റ്റ് ടൈം ഇൻ ദിയർ ഹിസ്റ്ററി $13 ബില്യൺ ടേൺ ഓവർ ചെയ്തത്. ഇത് ഇന്ത്യയിലിരുന്ന് 33% ഗ്രോത്ത്. നോർത്ത് അമേരിക്ക 2% ബിസിനസ്സിൽ കുറഞ്ഞിരിക്കുന്നു. UK-യിൽ 1.2%, യൂറോപ്പിൽ 1.4%, ഏഷ്യ പസഫിക്കിൽ 6.4%, മിഡിൽ ഈസ്റ്റ് ആൻഡ് ആഫ്രിക്കയിൽ 13.2%, ലാറ്റിൻ അമേരിക്കയിൽ 4.3%, BFSI വന്ന് 1.3 ക്വാർട്ടർ ആൻഡ് ക്വാർട്ടർ, 2.5 ഇയർ ഓൺ ഇയർ, എനർജി റിസോഴ്സസ് 4.6, ടെക്നോളജീസ് ആൻഡ് സർവീസസ് 1.1, കൺസ്യൂമർ ബിസിനസ് 0.2 കുറഞ്ഞിട്ടുണ്ട്, ലൈഫ് സയൻസസ് 0.6 കുറഞ്ഞിട്ടുണ്ട്, മാനുഫാക്ചറിങ്ങും 0.5 കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ടോട്ടൽ കോൺട്രാക്റ്റ് വാല്യൂ $12.2 ബില്യൺ. ഇത് തന്നെ അവരുടെ ഹയസ്റ്റ് വാല്യൂ. ഇതൊക്കെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ റിസൾട്ട്. അതാണ് നിങ്ങളടുത്ത് പറയണത്. 650 പേരിനെ തന്നെ ജോലിക്ക് എടുത്തിട്ടുണ്ട്. ലെസ് ദൻ 0.1% ഓഫ് ടോട്ടൽ. 30 രൂപ സ്പെഷ്യൽ ഡിവിഡൻ ഇങ്ങനത്തെ ആൾക്കാരന്. താങ്ക് യു വെരി മച്ച്. 63 രൂപയ്ക്ക് വാങ്ങിയതിന് ഈ വർഷം 125 രൂപ ഡിവിഡൻ കൊടുത്തിട്ടുണ്ട്.
ഇത് തന്നെ ആനയെക്കുറിച്ച് പറയുമല്ലേ, ഇരുന്നാലും അത് മരിച്ചാലും പൊന്ന് എന്ന്. അതുപോലെ തന്നെ ഇതിനെ തന്നെ 2008 ഇഷ്ടംപോലെ വാങ്ങി, പാവം കഷ്ടപ്പെടാതെ 65 രൂപയിൽ വാങ്ങി, ഇപ്പോൾ 175 രൂപ കാശ് കൊടുത്തിട്ടുണ്ട്. ടോട്ടലായിട്ട് 45,612 കോടി രൂപയാണ് പേ ഔട്ട്. ഇതിൽ ടാറ്റ സൗണ്ട്സിന് 32,722 കോടി. സാലറി ഹൈക്സ് ഒന്നും ഇപ്പോൾ ഇല്ല, കുറച്ച് കയറ്റും, ബോണസ് മാത്രം ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. ഹയറിംഗ് ഈ വർഷം 42,000 ഫ്ലഷേഴ്സ് പേരിനെ ചേർക്കുമെന്ന് പറയുന്നു. പക്ഷേ എത്ര പേർക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ വരുമെന്ന് അറിയത്തില്ല, എപ്പോൾ എവിടെ പോകുമെന്നും അറിയാം. ഇപ്പോൾ അടുത്ത ട്രേഡ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. ട്രംപിനും ചൈനയ്ക്കും ഇടയിൽ ഒരു ബോക്സിംഗാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബോക്സിംഗ് മാച്ച് നിങ്ങൾ എങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്ന് വെച്ചാൽ, ട്രംപ് വന്നിട്ട് ടോട്ടലായിട്ട് 145% ടാക്സിന് കയറ്റി. ചൈനീസ് ഗുഡ്സിലാ ചൈനയുടെ പ്രോഡക്റ്റ് ചൈന എക്സ്പോർട്ട് ചെയ്യുന്നു വെച്ചാൽ, ഒരു സാധനം അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നു, അതിന് അമേരിക്കൻ ടാക്സസ് 84%. ഇതുകൊണ്ട് ചൈനയ്ക്ക് വലിയ പ്രോബ്ലം ഇല്ല. അമേരിക്കയിൽ വിലവാശി ഇറങ്ങി. CNN ഒരു വീഡിയോ ഇട്ടിരുന്നു, സ്മാൾ ബിസിനസ് ഓണേഴ്സ് എന്തൊക്കെ പ്രോബ്ലമാണ് ഫേസ് ചെയ്യണമെന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. 3 മാസത്തിൽ ഞങ്ങൾ കടയോ ക്ലോസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും, ജോലിയിൽ നിന്ന് അയക്കണം, ഞങ്ങളെ കൊണ്ട് ലോണത്തെ റീപേ ചെയ്യാൻ പറ്റത്തില്ല, താമസിക്കുന്ന വീടും പോകും. അങ്ങനെ ആ 2 ലേഡീസും പറഞ്ഞു. സോ അത് വന്നിട്ട് CNN ഇരിക്കുന്നു, ലിങ്കിന് താഴെ ഇടാൻ പറയുന്നു, നിങ്ങൾ പോയി ജസ്റ്റ് ഒരിക്കൽ നോക്കുക. അതുകൊണ്ട് ഇന്നലെ S&P 500 3.5% വീഴുന്നു, ഡൗ 2.5% വീഴുന്നു, നാസ്ഡ 4.3% വീഴുന്നു. ഇത് എന്താകുമെന്ന് വെച്ചാൽ, ചൈനയുടെ അതോറിറ്റി ജിൻപിങ്ങിൻ്റെ അടുത്ത് ഒന്നും ചോദിക്കാൻ പറ്റത്തില്ല. അവൻ ഓൾറെഡി എല്ലാത്തിനെയും നല്ല താളത്തെ റേറ്റിൽ കൊണ്ടുപോയി. അതുകൊണ്ട് അമേരിക്ക ഇല്ലാതെ എക്സ്പോർട്ടിന് പല സ്ഥലങ്ങളിൽ അയക്കും. അതുകൊണ്ട് കുറച്ച് നഷ്ടപ്പെടും. കാരണം അമേരിക്കയുടെ വിലവാശിയൊക്കെ ഏറും, ഓവർനൈറ്റ് അടിപ്പെടും. കാരണം അമേരിക്കയ്ക്ക് പല എക്കണോമിക്കൽ പ്രോബ്ലംസ് വരും, വിലവാശിയൊക്കെ കയറും. അതുകൊണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് കയറ്റി തന്നെ ആകണം. അമേസോൺ വന്നിട്ട് ചൈനീസിൻ്റെ ഓർഡേഴ്സിനൊക്കെ കട്ട് ചെയ്തു. കാരണം എന്ന് വെച്ചാൽ ഈ ന്യൂ ടാരിഫ്. അതുപോലെ ആമസോൺ വിയറ്റ്നാമിലും അവർ ഓർഡർ കട്ട് ചെയ്തിരുന്നു. തമ്മിൽ ടാരിഫ് പാസ്സായ കാരണം ഇവരും പാസ് ചെയ്യും. ഇപ്പോൾ യൂറോപ്പ് യൂണിയൻ പല ടാക്സ് ഇടാനിരുന്നു, അതിനെ ഇപ്പം പാസ് ചെയ്തിട്ടുണ്ട്. ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ട്രംപും ഇങ്ങനത്തെ പാസ് ചെയ്ത കാരണത്താൽ എഫക്റ്റ് വരാൻ സ്റ്റാർട്ട് ചെയ്തു. ഗൂഗിളിൽ ജോലി ചെയ്യുന്ന നൂറ്റിക്കണക്കായ എംപ്ലോയീസിന് ടാറ്റ ബൈ എന്ന് പറഞ്ഞ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ആൻഡ്രോയിഡ് ആൻഡ് പിക്സൽ എന്ന് പറയുന്നത് ഒരു വാച്ച് കമ്പനി. ആൻഡ്രോയിഡ് നിങ്ങൾക്കറിയാം. ഇതിൽ പല ആൾക്കാരനെ ജോലിയിൽ നിന്ന് അയച്ചു. പക്ഷേ ഇതിൽ എക്സാക്റ്റ് നമ്പർ പറഞ്ഞില്ല. അത് പക്ഷേ തീർച്ചയായിട്ടും സെവറൽ ഹൺഡ്രഡ്സിൽ ഇരിക്കും. ഗൂഗിൾ അയച്ച അതിന് താഴെ ഇരിക്കുന്ന കമ്പനീസൊക്കെ ഇതിനെ ഫോളോ ചെയ്ത് അയക്കും. അതുകൊണ്ട് ഇത് ഒരു വളരെ ബാഡ് ന്യൂസാണ്. നെക്സസ്, അതായത് നഴ്സറി എക്സ്പോർട്ട് ടു US എന്നാണ് ഇത് പേര്. നെക്സസ് വന്നിട്ട് ടൊയോട്ടയുടെ സബ്സിഡറി ഹൈ എൻഡ് കാർസ് ചെയ്യുന്നു. 19% റീറ്റെയിൽ സെയിൽസ് ഗ്രോത്ത് കയറിയിരിക്കുന്നു ഫെബ്രുവരി 25. അതുകൊണ്ട് കാശിരിക്കുന്നവർ ജോളിയായിട്ട് കാർ വാങ്ങുന്നു. ഏലജനങ്ങൾ ഇതുകൊണ്ട് കഷ്ടപ്പെടുന്നു. കാശിരിക്കുന്നവർ മാർച്ച് 7 കമ്പനിയുടെ ടാക്സ് കട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ 61% നെക്സസ് വാങ്ങിയിരിക്കുന്നു. ഇവിടെ 90 ദിവസത്തേക്ക് ട്രംപ് നോ ടാക്സ് എന്ന് പറഞ്ഞ കാരണത്താൽ ഫാർമ കമ്പനിയൊക്കെ സജ്ജായിട്ടുണ്ട്. ഓൺ ടൈം സൺ ഫാർമ 5% സബ്ജായിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു നല്ല ന്യൂസാണ്. ടാറ്റ സ്റ്റീൽ ഇന്ന് 5-6% കയറിയിട്ടുണ്ട്. നെതർലാൻഡ് ഗാർമെൻറ്റ്സിൻ്റെ അഗ്രിമെൻ്റ് വന്നു. ജനറൽ റീസ്ട്രക്ചറിങ് അപ്പ് ചെയ്യാൻ പെർമിഷൻ കിട്ടി, അതും കയറി. ഇപ്പോൾ പവർ ടൈറ്റൻസ്, ടാറ്റ പവർ, അദാനി പവർ എല്ലാം സ്റ്റേറ്റ് ക്രാഫ്റ്റ് എന്ന് നോർവേജിയൻ ഗവൺമെൻറ്റൊപ്പം ഇന്ത്യ റിന്യൂവബിൾ എനർജി പ്രോജക്റ്റിനെ വാങ്ങാൻ ശ്രമിക്കുന്നു. വൈ ടാറ്റ എന്ന ചോദ്യത്തിന് പ്രസൻറ്റേഷൻ കൊടുത്തു. ഇന്ത്യയിലിരുന്ന് എക്സിറ്റ് ആകാൻ വൺ മോർ ഫോറിനർ, ഹൈഡ്രോ കാർബൺ, വിൻഡ്, സോളാർ എല്ലാം തനിയായിട്ട് വിൽക്കാൻ റെഡി. അദാനിയും ടാറ്റ പവേഴ്സും. അതുകൊണ്ട് ആർ ജയിക്കുമെന്ന് അറിയത്തില്ല. ചൈനീസ് സ്റ്റീൽ ഇന്ത്യൻ ഷെയർസിന് 12% കോൺട്രാഡിക്റ്റ് ചെയ്ത്. ഇത് കാരണം ഫ്യൂച്ചറിൽ സ്റ്റീലിന് പ്രോബ്ലം വരും. സോ ചൈനീസ് സ്റ്റീൽ വളരെ ചീപ്പായിരിക്കും, മാർക്കറ്റിൽ വരും. സോ പ്രഷർ ഇരിക്കും. ഇത് തന്നെ ഇന്നത്തെ ന്യൂസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷനെ ക്ലിക്ക് ചെയ്യുക. ദെൻ
നിങ്ങളെ സ്വന്തക്കാർ ആൻഡ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക.